ഇപ്പോൾ ഏഞ്ചൽ നായർ അനിമൽ ലീഗൽ ഫോഴ്സിന്റെ പ്രതിനിധിയാണ്. ശ്രീ ഏഞ്ചൽ നായർ, എത്രയോ സംഭവങ്ങൾ താങ്കൾ കോടതിക്ക് മുൻപാകെ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ഒക്കെ തന്നെ എത്രയോ സംഭവങ്ങൾ അവിടെ ഹൈക്കോടതിയുടെ മുന്നിൽ അടക്കമുണ്ട്. അപ്പോൾ അവിടെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, മനുഷ്യജീവന് ഒരു വിലയുമില്ലേ എന്ന് നമ്മൾ എത്ര നാളായിട്ട് നമ്മൾ ചോദിക്കുകയാണ്. ആ മലയോര മേഖലകൾ നമുക്കറിയാം, 2 ആഴ്ചക്കിടെ 5 കുടുംബങ്ങൾ അനാഥമാവുകയാണ് 2 ആഴ്ചക്കിടയിൽ മാത്രം. അപ്പോൾ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക്, പുതിയ സർക്കാർ വരുന്നു, അത് മൃഗങ്ങൾക്ക് അറിയണമെന്നില്ലല്ലോ പുതിയ സർക്കാരാണോ പഴയ സർക്കാരാണെന്ന്. പക്ഷെ നമുക്ക് സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഇതിനെ നേരിടാൻ കഴിയാതെ പോകുന്നു? പുതിയ കുറേ കാര്യങ്ങൾ, പുതിയ വനമന്ത്രി ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കാര്യക്ഷമമായി ഇടപെട്ടും എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ട് നമുക്ക് സാധ്യമാകാതെ പോകുന്നു? ഇന്ന് നോക്കൂ, ഇന്ന് ജനവാസ മേഖലയിലേക്ക് വരികയാണ്. വനത്തിനുള്ളിലേക്ക് പോയി ഉള്ള ആക്രമണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ നാളുകളായി നമ്മൾ കണ്ടിട്ടുണ്ട് വനത്തിനുള്ളിലേക്ക് വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയിട്ടുള്ള ആദിവാസികളെ കൊല്ലുന്ന. പക്ഷെ അതല്ല, ജനവാസ മേഖലയിലേക്ക് ഒരു കുഞ്ഞിനെ സ്കൂളിൽ അയക്കാൻ വേണ്ടി ഒരു അമ്മ 35 വയസ്സുകാരി നിൽക്കുകയാണ്, ജീവൻ നഷ്ടപ്പെടുന്നു. അപ്പോൾ എവിടെയാണ് ഈ പിഴവുണ്ടാകുന്നത്? പിഴവാണോ അതോ പരിമിതിയാണോ? നേരിടേണ്ടത് ഇത് ശാസ്ത്രീയമായിട്ട് നേരിടേണ്ട ഒരു കാര്യത്തെ നമ്മൾ പെരിഫറലായിട്ടോ ഇമോഷണലോ ആയിട്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ വഷളായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, പ്രശ്നങ്ങളിലേക്ക്, ഗുരുതരമായ ഭവിഷ്യത്തുകളിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ആനയെ പലരും പ്രകോപിപ്പിക്കുക, അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ വർഷം മാത്രം 12 പേരെയാണ് ആന കുത്തി കൊന്നിരിക്കുന്നത്. 2024 മുതൽ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ആന ആക്രമണങ്ങളെ കുറിച്ച് ഞാൻ വലിയൊരു പഠനം തന്നെ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് 63 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ 28 പേര് ആദിവാസികളാണെന്ന് നോക്കണം. ആദിവാസികളെ എല്ലാം അവര് നൂറ്റാണ്ടുകളായി ആനകളുമായി പൊരുത്തപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ആളുകളാണ്. അവർക്ക് ആ പഴയ ശൈലിയിൽ തന്നെയാണ് അവർ ആനകളെ കാണുന്നത്. പക്ഷേ ആനകൾ പ്രകോപിതരാണ്. എങ്ങനെയാണ് ഈ ആനകൾ പ്രകോപിതരായിരിക്കുന്നത്? ഇന്ന് നിസ്സഹായമായിട്ടുള്ള ഒരു സ്ത്രീയെയാണ് ആ ആന ആക്രമിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം. 12 കേസുകളിൽ 11 കേസിൽ നിസ്സഹായരായ ആളുകളെ ഓടിച്ചിട്ട് പിടിച്ച് കുത്തിക്കൊല്ലുന്ന രീതിയിലുള്ള അക്രമ സ്വഭാവത്തിലേക്ക് ആനകളുടെ സ്വഭാവം മാറി. കേരളത്തിലെ ആനകളുടെ സ്വഭാവം 63 കേസുകളിൽ നോക്കിക്കഴിയുമ്പോൾ 5ഓ 6ഓ കേസുകളിലാണ് ആനകളെ നേരിട്ട് പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ആനകൾ ഇരുട്ടത്ത് മറഞ്ഞു നിന്ന് കുത്തിമലർത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് കേരള ഗവൺമെന്റ്, കേരള ഫോറസ്റ്റ് വകുപ്പോ യാതൊരുവിധ പഠനവും നടത്തിയിട്ടില്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? സോളാർ ഫെൻസിങ് ആണ് നമ്മൾ എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇപ്പോ കേരള പുതിയ വനം വകുപ്പ് മന്ത്രി വന്നു കയറിയതിന് ആദ്യം പ്രഖ്യാപിച്ച് നമ്മൾ 3000 ഏക്കറിൽ സോളാർ ഫെൻസിങ് നടത്തുമെന്നുള്ളതാണ്. ഇപ്പൊ 4300, 2022 വരെയുള്ള കണക്ക് പ്രകാരം 4300 കിലോമീറ്റർ സ്ഥലത്ത് സോളാർ ഫെൻസിങ് ഉള്ള സ്ഥലങ്ങളാണ്. ട്രെഞ്ചുകൾ 1500ഓളം കിലോമീറ്ററുകളാണ് ട്രെഞ്ചുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊന്നും ശാശ്വതമല്ല. ആനകൾക്ക് വേണ്ടത് അവർക്ക് അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കേണ്ടതിന് പകരം സോളാർ ഫെൻസ്, അവര് വെള്ളം കുടിക്കാൻ വരുന്ന ആനകളെ ഷോക്കടിപ്പിക്കുക, പടക്കം വച്ച് തുരത്തുക, പെല്ലറ്റ് അടിപ്പിക്കുക, റബ്ബർ ബുള്ളറ്റ് അടിപ്പിക്കുക എന്നീ തരം കാടത്തരങ്ങളാണ് കേരള ഫോറസ്റ്റ് വകുപ്പ് എടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് അവര് ഡിഗ്നിറ്റി ഉള്ള ഒരു ജീവിയാണ്. അല്ല, അവിടെ മുൻമന്ത്രി എ കെ ശശീന്ദ്രന്റെ പ്രതികരണം ശ്രീ ഏഞ്ചൽ നായർ ഞാനിന്ന് വായിക്കരുത്. എന്താണ്, വന്യമൃഗശല്യം പരിഹരിക്കാൻ ഒറ്റമൂലിയില്ല എന്ന് തിരിച്ചറിഞ്ഞതിൽ നന്ദി. അപ്പോൾ ഇതിനൊരു ഒറ്റമൂലി ഇല്ലേ? അത് കഴിഞ്ഞ സർക്കാരിന് പറ്റിയിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ നയപരമായ കാര്യങ്ങൾ നമ്മൾ നോക്കുക, സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള ഒരു പരാതി എന്ന് പറഞ്ഞത് വന്യജീവി ആക്രമണങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട അതിൽ ഏറ്റവും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരമില്ല. ഇന്നിപ്പോൾ എന്താണ്, അടുത്ത മന്ത്രി ഷിബു ബേബി പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട അദ്ദേഹം പറയുന്നത് നഷ്ടപരിഹാര തുകയെക്കുറിച്ച് വ്യക്തതയുണ്ട്, ആദ്യഘട്ടം ഇന്ന് തന്നെ കൊടുക്കും. അപ്പോൾ ഈ ചിന്നക്കനാലിലെ വിഷയം വളരെ സങ്കീർണമാണ് എന്ന് അദ്ദേഹം പറയുന്നുമുണ്ട്. ചിന്നക്കനാൽ എന്ന് പറയാൻ നമുക്ക് പുതിയ സംഭവമല്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു ആന ഒരാളെ കൊലപ്പെടുത്തുകയല്ല. അവിടെ ഉണ്ടായിട്ടുള്ള കാലങ്ങളായിട്ടുള്ള ആന ആക്രമണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവിടേക്ക് എന്തുകൊണ്ടാണ്, നമുക്ക് ഫോഴ്സിന്റെ കുറവാണോ? ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ കാലോചിതമായിട്ടുള്ള ഒരു പരിവർത്തനം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്നാണോ? ഇതിനൊക്കെ ഒരു എല്ലാവരും കൂടി ഇരുന്ന് ഈ മേഖലയിൽ പല മേഖലയിൽ എന്താ പറയുക, എല്ലാ ആളുകളുമുണ്ട്, എത്രയോ മേഖലകൾ, ഇത് സംയോജിതമായിട്ടുള്ളൊരു കളക്റ്റീവ് എഫേർട്ട് എടുക്കേണ്ട ഒരു വിഷയമാണ്. പല പല വകുപ്പുകൾ ചേർന്ന് അങ്ങനെ ഇതൊരു കൂടിയാലോചന ഉണ്ടായിട്ടില്ല എന്നാണോ അങ്ങ് പറയുന്നത് ഇത്രയും കാലമായിട്ടും?
ഇല്ല എന്ന് മാത്രമല്ല, ഇതിനെ ശാസ്ത്രീയമായിട്ട് പഠിക്കാനായിട്ട് യാതൊരുവിധ ശ്രമവും നടത്തിയിട്ടില്ല എന്ന് CAG റിപ്പോർട്ട് 2024 ജൂലൈ 11 അസംബ്ലിയിൽ നിയമസഭയിൽ ടേബിളിൽ വച്ചിരുന്നു, ഒരു റിപ്പോർട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് മനുഷ്യ വന്യജീവി സംഘർഷം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചിട്ട് കേരള ഗവൺമെന്റ് യാതൊരുവിധ പഠനവും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം. അത് മാത്രമല്ല, കേരളത്തിൽ 29.66% വനമുണ്ട് എന്ന് പറയുമ്പോഴും CAG നടത്തിയ കണ്ടെത്തലുകളിൽ 21.81% വനം വനേതര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റപ്പെട്ടു. ഹാബിറ്റാറ്റ് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥിതി തകർന്നിരിക്കുകയാണ്. അത് റെസ്റ്റോർ ചെയ്യണം, പ്ലാന്റേഷനുകൾ മാറ്റണം, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം എന്നീ പല കാര്യങ്ങളും CAG റിപ്പോർട്ട്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് കേരള നിയമസഭയുടെ മേശപ്പുറത്ത് 2014 വച്ചിട്ട് ഒരു കാര്യം പോലും അതിൽ നടപ്പിലാക്കിയിട്ടില്ല. ഇവരുടെ തന്നെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 2022 ഒരു ഇക്കോ റെസ്റ്റോറേഷൻ പോളിസി എന്ന പേരിൽ ഒരു പോളിസി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 27,000 ഏക്കർ പ്ലാന്റേഷൻ ഭൂമികൾ സാധാരണ വനങ്ങളാക്കി മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 ഇഞ്ച് സ്ഥലം പോലും മാറ്റിയിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് CAG റിപ്പോർട്ട് നടപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എക്കോ റെസ്റ്റോറേഷൻ പോളിസി നടപ്പാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ 19 കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിന് ശാശ്വത പരിഹാരമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം ഒരു പൊതു താല്പര്യ ഹർജി കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ 2025 ഓഗസ്റ്റിൽ വക്കിയാണ്. നിതിൻ ജാംദാർ എന്ന ചീഫ് ജസ്റ്റിസിന്റെ മുന്നിലാണ് ഈ കേസ് എത്തിയത്. അതിൽ 19 കാര്യങ്ങളുണ്ടായിരുന്നു. 19 കാര്യങ്ങളിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ CAG റിപ്പോർട്ട് നടപ്പാക്കുക, കൺട്രോളർ ആൻഡ് ഇക്കോ റെസ്റ്റോറേഷൻ പോളിസി നടപ്പാക്കുക, ഈ ആനകളെ തുരത്തുന്നതിൽ RRT ഗൈഡ് ലൈൻസ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്, റെപ്പല്ലിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് പ്രകാരം മാത്രം ചെയ്യും. കാരണം ആനകളെ ആക്രമിച്ചാൽ അവർ ക്രൂധരാകും, അവര് വളരെ വയലന്റ് ആകും, അവർ പറ്റി നിന്ന് മനുഷ്യരെ ആക്രമിക്കുക. അത് ഒഴിവാക്കാനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ നിതിൻ ജാംദാർ എന്ന് പറയുന്ന ആ അന്നത്തെ ചീഫ് ജസ്റ്റിസ് എന്റെ കേസ് തള്ളി. കാരണം പറഞ്ഞത് 19 കാരണങ്ങൾ പ്രേയർ പാടില്ല, 4ഓ 5ഓ വച്ചുകൊള്ളാൻ പറഞ്ഞുകൊണ്ടാണ് കേസ് തള്ളിയത്. അതിന് ഇടയിൽ എന്താണ് ഈ 19 പ്രേയറിനുള്ള പ്രശ്നം? അതായത് നമ്മുടെ കേരളത്തിലെ വന്യജീവി സംഘർഷം 3 സംസ്ഥാനങ്ങളെ ബാധിക്കുന്നുണ്ട്. കേരളം, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നവും ഏകദേശം 2 കോടി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നവും. അതിൽ 19 കാര്യങ്ങളുണ്ട്. കാരണം അതിനകത്ത് ആനയുടെ സംഘർഷങ്ങളുണ്ട്, മനുഷ്യന്റെ സംഘർഷങ്ങളുണ്ട്, കൃഷിസ്ഥലത്തിന്റെ സംഘർഷങ്ങളുണ്ട്, ഈ വൈൽഡ് ബോർ കാട്ടുപന്നിയുടെ സംഘർഷമുണ്ട്, പുലിയുടെ സംഘർഷം, അങ്ങനെ എല്ലാ ജീവികളുടെയും സംഘർഷം, മനുഷ്യന്റെ സംഘർഷം വേറൊരു ഭാഗത്ത്. അപ്പൊ ഈ 19 കാരണങ്ങൾ പാടില്ല എന്ന് ആ 19 കാരണങ്ങളിൽ 4ഓ 5ഓ വേലിത്തർക്കമല്ല ഇത്. 4ഓ 5ഓ കാര്യങ്ങൾ കൊണ്ട് തീർക്കാൻ, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഒറ്റമൂലി ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പല പല കാരണങ്ങളും പല പല അപജയങ്ങളും കൊണ്ട് കാട് അശാസ്ത്രീയമായ രീതിയിൽ അതിന്റെ അടിത്തറ തകർത്ത്, അതിന്റെ ഫ്രാഗ്മെന്റേഷൻ തകർത്തിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത്. ഇത് സംഭവങ്ങൾ രൂക്ഷമാകും എന്ന് കൃത്യമായിട്ട് ഞാൻ അടിവരയിട്ട് പഠനം, അതായത് കേരള ഗവൺമെന്റിന്റെ, കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്, CAG റിപ്പോർട്ട്, വളരെ ഗൗരവത്തോടെ പരിശോധിക്കേണ്ട വിഷയം ഓരോ ദിവസവും. അവസാനമായി ശ്രീ ഏഞ്ചൽ നായർ, ഇനി ഒന്നും ഉണ്ടാകരുത്. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ഇനി അത് ഉണ്ടാകരുത്, എന്ത് ദുരന്തമാണെങ്കിലും നമ്മൾ ഇനി ഉണ്ടാകില്ലേ അതിനൊരു പരിഹാരം ഉണ്ടാകണമേ എന്ന് നമ്മൾ പ്രതീക്ഷ പ്രകടിപ്പിക്കാറുണ്ട്. അപ്പോൾ എന്ത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്? ഇനി നമുക്ക് ഈ വിഷയത്തെ ഇതുപോലെ മാരിമാർ ഇനി ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം സമീപകാല സംഭവങ്ങൾ അങ്ങനെയാണ്. 2 ആഴ്ചയുടെ എന്ന് പറയുമ്പോൾ വളരെ ചുരുങ്ങിയ 14 നാളിനിടയിൽ 5 പേരാണ് മരിച്ചത്. അപ്പോൾ നമുക്ക് എന്താണ് ഇനിയിപ്പോൾ ഈ സർക്കാരിന്റെ മുന്നിൽ, ഈ സർക്കാരിന് ഇനി എന്താ ചെയ്യാൻ കഴിയും? ഈ സർക്കാർ പറയുന്ന ഈ മന്ത്രിയുടെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കണം? ഈ മന്ത്രിയെ നേരിട്ട് കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ചാലക്കുടി ഗസ്റ്റ് ഹൗസിൽ ചെല്ലുകയും ചെയ്തു. ഇദ്ദേഹം എന്നെ ഒരുതരം കളിയാക്കുകയിട്ടാ വിട്ടത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് ആ സമയത്ത് അതിരപ്പള്ളിയിൽ 2 ദിവസം മുമ്പ് ഒരാൾ, മോഹനൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യത്തിൽ എന്റെ ഒരു കേസ്, അവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന 1500 ഏക്കറില് അതായത് ശ്രീ ഏഞ്ചൽ ഒരു കാര്യം, അതായത് താങ്കൾ ചെന്നു, മന്ത്രിയെ കാണാൻ ചെന്നു. അപ്പോൾ ഈ മന്ത്രി താങ്കളെ പോലെയുള്ള കോടതിക്ക് മുൻപാകെ അഫിഡവിറ്റുകൾ, കേസുകളൊക്കെ തന്നെ കൊടുക്കുന്ന ആളെന്ന നിലയിൽ താങ്കളെ കേൾക്കാൻ തയ്യാറായില്ലേ?
തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവിടെ കൂവി വിളിക്കുന്ന അതിന്റെ ഓഡിയൻസിൽ നിന്ന് എല്ലാം കൂവി വിളിക്കുന്ന ഒരു അവസ്ഥ വരെ വന്നു. ആ പ്ലാന്റേഷൻ, അതായത് പൈനാപ്പിൾ പ്ലാന്റേഷൻ, അതായത് ആതിരപ്പള്ളിയിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് അവിടെയുള്ള പൈനാപ്പിൾ പ്ലാന്റേഷൻ മാറ്റണം എന്നുള്ള കാര്യത്തിൽ അനുകൂലമായ നടപടി കോടതിയിൽ ഫോറസ്റ്റ് വനം വകുപ്പ് സ്വീകരിക്കണമെന്ന് മാത്രമാണെന്ന് എനിക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. ഏതായാലും കോടതിയിൽ നിന്ന് നല്ല ഓർഡർ കിട്ടിയിട്ടുണ്ട്. അവിടെ അനധികൃതമായിട്ടുള്ള പൈനാപ്പിൾ പ്ലാന്റേഷൻ നിർത്തിക്കോളാനായിട്ടുള്ള ഓർഡർ കഴിഞ്ഞ വ്യാഴാഴ്ച ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതോടുകൂടിയിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ തീരും. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള കൺഫ്ലിക്റ്റ് ആണ്. അത് അതിരപ്പള്ളിയിലെ കൺഫ്ലിക്റ്റ് അല്ല ഈ സൂര്യനെല്ലിയിലുള്ളത്, ചിന്നക്കനാലിലുള്ളത്, അതല്ല കണ്ണൂരിലുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഭൂപ്രകൃതിക്ക് അനുസരിച്ചിട്ട് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള കൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാവുക. ചില സ്ഥലങ്ങളിൽ സോളാർ ഫെൻസിംഗ് ആണ് ഈ കൺഫ്ലിക്റ്റ് കൂട്ടുന്നത്. കാരണം ഈ സോളാർ ഫെൻസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ആനകൾ പുതിയ സ്ഥലങ്ങളിലേക്ക്, എനിക്ക് ഈ സൂര്യനെല്ലിയിൽ ആന സാധാരണ വരാത്ത സ്ഥലത്താണ് ആനകൾ വന്നിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഈ സോളാർ ഫെൻസിംഗ് ഇതിന്റെ കൂട്ടത്തിന്റെ ആനത്താരകളെ ശരി സമയക്കുറവുകൊണ്ട് ഇടപെടുകയാണ് ശ്രീ ഏഞ്ചൽ നായർ. എന്തായാലും നമുക്ക് ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകാം. വലിയ പ്രതിഷേധത്തിലാണ് ഒരു കുടുംബം അനാഥമാകുമ്പോൾ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മാരി എന്താ 35 വയസ്സുകാരി മകൻ, 35 വയസ്സുകാരി മരണപ്പെടുന്നുണ്ട്, മകൻ അങ്ങനെ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്.